സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കേട്ട് പരമേശ്വരനാണെങ്കിൽ അതൊന്നും സഹിക്കാനും വിശ്വസിക്കാനും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ പരമേശ്വരനെ പെട്ടെന്ന് നെഞ്ചുവേനെടുക്കുവാണ്. ഇത് കണ്ട് പത്മിനി പരമേശ്വരൻ്റെ കയ്യിലേക്ക് ഓടി വരുക. എന്താ എന്താ പറ്റിയിട്ട് പെട്ടെന്ന്? അന്നേരം പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് താഴത്തേക്ക് വീഴുവാണ് കേട്ടോ പരമേശ്വരൻ. ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ്. അങ്ങനെ പത്മിനിയും മുത്തശ്ശിയൊക്കെ പരമേശ്വരൻ്റെ അരികിൽ നിന്ന് കരയുക. ബിജു, നീ എത്രയും പെട്ടെന്ന് വണ്ടിയെടുക്ക്, എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ട് പ്രിയങ്കയാണെങ്കിൽ വല്ലാതെ പേടിച്ച് നിൽക്കുവാണ്. കൽപ്പനവും ഗൗതമനും ഒക്കെ ഇത് കാണുമ്പോൾ സന്തോഷമാകുവാണ് കേട്ടോ. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ പരമേശ്വരനെയും കൂട്ടി അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ബീച്ചിലിരിക്കുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ വരുൺ രാധിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. എൻ്റെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് ജീവയെ ചൂണ്ടിക്കാട്ടിയ ആ സംഭവങ്ങളൊക്കെ വീണ്ടും ഓർക്കുക. എന്നിട്ട് വരുൺ സങ്കടത്തോടെ പറയണേ, ഇതിനായിരുന്നു ഞാൻ തന്നെ തേടി അലഞ്ഞത്. എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഇല്ലാതായല്ലോ, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുന്ന പരമേശ്വരനെയാണ്. ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും ചേർന്ന് പരിശോധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. ഇതേ സമയം പത്മിനിയും ബിജുവും പുറത്ത് ടെൻഷനോട് കൂടി ഇരിക്കുമായിരിക്കും. പത്മിനി ബിജുവിനോട് പറയണേ, ബിജു നീ വരുണിനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അങ്ങനെ ബിജു ഫോണിൽ വരുണിനെ വിളിക്കുവാണ്. ബിജുവിൻ്റെ കോള് കാണുന്നതും വരുണപ്പം തന്നെ കോള് കട്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ ബിജു ടെൻഷനോട് കൂടി പത്മിനിയുടെ അരികിൽ എന്ന് പറയണേ, ഞാൻ വിളിച്ചു പക്ഷെ അവൻ കോൾ എടുക്കുന്നില്ല, കട്ടാക്കി കളയുക. അങ്ങനെ പത്മിനി ബിജുവിനോട് പറയണേ, അച്ഛൻ കണ്ണു തുറക്കുമ്പോൾ അവനില്ലെങ്കിൽ പ്രശ്നമാകും, ഞാനൊന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് പത്മിനിയുടെ ഫോണിൽ നിന്ന് വരുണിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ കോള് കാണുമ്പോൾ വരുൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പത്മിനിക്ക് ആശ്വാസമാകുക. മോനെ നീ ഇതെവിടെയാ? ഞാനിപ്പോൾ ബീച്ചിലാണ്. എന്താ ഇവിടെ എനിക്ക് സ്വസ്ഥത തരില്ലേ? അങ്ങനെ പറഞ്ഞ് അപ്പം തന്നെ കോള് കട്ടാക്കുവാണ്. അങ്ങനെ വരുണിൻ്റെ ആ പെരുമാറ്റം കണ്ട് സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുക പത്മിനി. അന്നേരം ബിജു ചോദിക്കണേ, എന്തായി, അവൻ എവിടെയുണ്ട്? അവനിപ്പോൾ ബീച്ചിലാണെന്ന്. ബീച്ചിലോ? ഈ സമയത്ത് എന്തിനാ അവൻ ബീച്ചിൽ പോയത്? ആർക്കറിയാം, എല്ലാം കടലെടുക്കാറായെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ അവൻ എന്നോട് ഒരിക്കലും സംസാരിക്കാത്ത പോലെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വീണ്ടും കരയുവാണ്. അന്നേരം ബിജു പറയണേ, അമ്മ വിഷമിക്കാതിരിക്കേ, ഞാൻ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരാം. അങ്ങനെ പറഞ്ഞ് ബിജു അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് പുറപ്പെടുവാണ്. ഈ സമയത്ത് വരുണാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആ കടലിലേക്ക് നോക്കുവാണ്. എന്നിട്ട് വരുൺ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് കടലിലേക്ക് നടക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കടലിലേക്ക് ചാടുവാണ് വരുൺ. പിന്നീട് ആ സീൻ കട്ടായി കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ പ്രിയങ്കയെ കൽപ്പനയും ഇളയമയും കൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. കൽപ്പന ചോദിക്കണേ, സത്യം പറയടി, നീ നേരത്തെ എല്ലാവർക്കും മുമ്പ് വെച്ച് പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരുന്നോ? വരുണിന് നിന്നെ ആവശ്യമില്ലെന്നും നിന്നോട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാനും അതിനുള്ള കൂലിയായിട്ടാണ് ഈ ആഭരണം കൊണ്ട് പോയതെന്നാണല്ലോ നീ പറഞ്ഞത്. അതൊക്കെ സത്യം തന്നെയാണോ? ഈ സമയം ഉർവശി ചോദിക്കണേ, നീ കാരണോ ഏട്ടൻ ഈ അവസ്ഥയിലായത്? ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ, പിന്നെ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല. ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്നെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചു മൂടും. ഈ സമയം കൽപ്പന പറയണേ, എന്നാലും എന്തൊക്കെയായിരുന്നു ഇവളുടെ പ്രകടനം? ഈ വീട്ടിലെ ഐശ്വര്യ ദേവതയായിട്ട് അമ്മയും മുത്തശ്ശിയൊക്കെ കൂടി ഇവളെ അങ്ങ് അവരോധിച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ? എന്നിട്ടല്ലേ അവരെല്ലാവരെയും കൂടി ചതിച്ചിട്ട് ഇവൾ കടന്നു കളയാൻ ശ്രമിച്ചത്? അല്ല, ഭർത്താവിനും ഭാര്യയ്ക്കിടെ പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവ് ഇതുപോലെ മോശമായിട്ട് സംസാരിക്കുകയും ഇറങ്ങിപ്പോകാനും ഒക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ആ പെണ്ണ് എന്താ ചെയ്യുന്നത്? അവൻ്റെ വീട്ടുകാരെ വിവരം അറിയിക്കും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലും കാര്യം വിളിച്ചു പറയും. പക്ഷേ ഇവിടെ ഇവൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനു പകരം കൂളായിട്ട് അങ്ങ് ഇറങ്ങി പോകാനായിരുന്നു ഉദ്ദേശം. അതിൻ്റെ അർത്ഥം എന്താ? എന്തോ കള്ളത്തരം ഇവൾ കൊണ്ടെന്നല്ലേ. പിന്നെ ഇവളുടെ വീട്ടിൽ ആ ചാണകക്കുഴി വളർന്നു വന്നു ഇവൾക്ക്. ഈ കണിമംഗലം വീടും ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ കണ്ടപ്പോൾ കണ്ണും മഞ്ഞളിച്ച് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് രായ്ക്ക് രാമായണം തന്നെ ഇവിടുന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല ഇവൾക്കാണെങ്കിൽ വരുണിൻ്റെ മനസ്സ് കീഴടക്കാനും പറ്റിയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അധിക നാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഇവൾക്ക് തന്നെ അറിയാം. ബാഗ് പരിശോധിച്ചപ്പോൾ കണിമംഗലത്തെ ആഭരണങ്ങൾ കിട്ടി. ഇനി ഇവളെ കണിമംഗലത്തെ ആധാരം കൂടെ കയ്യിലെടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകുമോ? ബാഗ് മാത്രമല്ല ഇവളുടെ ദേഹം മുഴുവനും പരിശോധിക്കേണ്ടതായിരുന്നു മോളെ എന്ന് ഉർവശിയും പറയുക. അന്നേരം കൽപ്പന പറയണേ, അതെങ്ങനെയാ? ഇപ്പോഴും ഇവളെ തന്നെയല്ലേ ഇവിടെ എല്ലാവർക്കും വിശ്വാസം. ഞാനെങ്ങാനുമായിരുന്നു ഈ വീടിൻ്റെ അധികാരിയെങ്കിൽ അപ്പം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാനേ. ഇന്നത്തെ ഇവളുടെ സഹവാസം പോലീസ് സ്റ്റേഷൻ്റെ അഴുക്കുള്ളിലായിരുന്നാനേ. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കോട്ടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ? അന്നേരം കൽപ്പന പറയണേ, ഒന്നുമില്ല മുത്തശ്ശി, ഈ വീട്ടിലെ ഉത്തമയായ മരുമകളെ ഞങ്ങളൊന്ന് ചോദ്യം ചെയ്യുമായിരുന്നു. കണിമംഗലത്തെ ആഭരണങ്ങളല്ലാതെ വേറെന്തെങ്കിലും സാധനങ്ങളും കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുന്ന് കടക്കാൻ ശ്രമിച്ചോന്നറിയാൻ വേണ്ടി.
അന്നേരം മുത്തശ്ശി പറയണേ, കൽപ്പനെ, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നുമല്ലല്ലോ അവൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചത്. ഞാനും പത്മിനിയും കൂടി അവൾക്ക് കൊടുത്ത ആഭരണങ്ങൾ തന്നെയാണ്. അത് അവൾക്ക് അവകാശപ്പെട്ടതാ. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് വരുൺ വന്നാലേ അറിയാൻ പറ്റൂ. പ്രിയങ്കമോള് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വരുൺ വന്നു കഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് അതുവരെ ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യലൊന്നും ഇവിടെ വേണ്ട. അത് കേൾക്കുമ്പോൾ കൽപ്പന പറയണേ, അല്ലെങ്കിലും അമ്മയും മുത്തശ്ശിയൊക്കെ തന്നെ ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഇപ്പം അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ, അതിനും കാരണക്കാരി ഇവള് തന്നെയല്ലേ. ഈ സമയം മുത്തശ്ശി പറയണേ, ദേ കൽപ്പനെ, നിന്നോടാ പറഞ്ഞത് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന്. പ്രിയങ്ക മോൾ അകത്തേക്ക് ചെല്ലും. അങ്ങനെ പ്രിയങ്ക അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം കൽപ്പന പറയണേ, അമ്മയും മുത്തശ്ശിയും ഇതൊന്നും കൊണ്ട് പഠിക്കാൻ പോകുന്നില്ല. അവൾ ഈ കുടുംബം താറുമാറാക്കും. അപ്പോഴും അവളുടെ പുരാണം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞ് കൽപ്പനയും മുർവശിയും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പരമേശ്വരൻ്റെ കാര്യം അറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രാധികയാണ് കേട്ടോ. ഈ സമയം രാധിക പറയുക, ഭഗവാനെ, ഇന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ വരുണൊരിക്കലും ഉൾക്കൊള്ളാനായിട്ടുണ്ടാവില്ല. വരുണിൻ്റെ മനസ്സ് ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് വേറെ മാർഗ്ഗമില്ല. വരുണിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ മറക്കണം, എന്നോട് വെറുപ്പ് തോന്നണം. എന്നാൽ മാത്രമേ പ്രിയയുടെ ജീവിതം സുരക്ഷിതമാകുള്ളൂ. വരുണിൻ്റെ മനസ്സിന് നീ ശക്തി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് വരുണിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക. ഇതേ സമയം തന്നെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന വരുണിനെയും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ടെൻഷനോട് കൂടിയിരിക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കേൻ്റെ ഫോണിലേക്ക് ശരത്ത് വിളിക്കുക. പ്രിയങ്കെ, ഇതെവിടെയാ? ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നത്, നീ എന്താ വരാത്തത്? അന്നേരം പ്രിയങ്ക പറയണേ, ശരത്തെ, ഞാൻ ഇപ്പോൾ വരുന്നില്ലെന്നോ? എന്തു പറ്റി? എന്താ പെട്ടെന്ന് നിൻ്റെ മനസ്സ് മാറാൻ? അന്നേരം പ്രിയങ്ക പറയണേ, അത് പിന്നെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സമയം കൂടി വേണം. പ്രിയങ്കെ, നീ എന്തായി പറയുന്നത്? ഞാൻ പറയുന്നു, നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും മുത്തശ്ശി റൂമിലേക്ക് വരുന്നത് കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ കോൾ കട്ടാക്കുക. അന്നേരം മുത്തശ്ശി കേൾക്കണേ, മോളെ വീട്ടിലേക്കാണ് വിളിച്ചത്. അല്ല മുത്തശ്ശി, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചതാണ്. മോൾക്കും വരുണിനിടയിൽ എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. വരുൺ മോളെ പല സമയത്തും അവഗണിക്കുകയും അവമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ച് മോൾ വരുണിന് വേണ്ടി കാത്തിരിക്കാമെന്ന് അന്ന് പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. മുത്തശ്ശിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ വരുൺ മോനെയാണ്. അവൻ്റെ ജീവിതം തകരുന്നത് എന്നെ കൊണ്ട് നോക്കി നിൽക്കാനാവുന്നില്ല മോളെ. പരമേശ്വരൻ്റെ ഈ അവസ്ഥയിൽ എല്ലാവരും വേദനിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എൻ്റെ വരുണിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. അതുകൊണ്ട് മോളും വരുണും കൂടി ഒന്നിരുന്ന് സംസാരിക്കണം. നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. മോളെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി സങ്കടത്തോടെ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, പണ്ടാരം പിടിക്കാൻ ഈ തള്ളയെ കൊണ്ട് തോറ്റല്ലോ. സ്വസ്ഥത കളയാനായിട്ട് ഇടക്കിടക്ക് കയറി വന്നോളൂ. പിന്നീട് കാണിക്കുന്നത് ബീച്ചിലെത്തുന്ന ബിജുവിനെയാണ് കേട്ടോ. ബിജു അങ്ങനെ അവിടെയെല്ലാം വരുണിൻ്റെ പേരും വിളിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. പെട്ടെന്നായിരിക്കും കടലിൽ നിന്ന് വരുൺ ഇട്ടിരുന്ന 2 ചെരുപ്പ് കിട്ടുന്നത്. അങ്ങനെ ചെരുപ്പ് കിട്ടുന്നതും ബിജു അല്ലാതെ ടെൻഷനാകുക. വീണ്ടും ഉറക്കെ വരുൺ എന്ന് പറഞ്ഞ് നിലവിളിച്ച് അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുവാണ്. കുറച്ചങ്ങ് പോകുമ്പോഴായിരിക്കും ഫോൺ ബില്ലടിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ അത് വരുണിൻ്റെ ഫോണായിരിക്കും. അതടുത്ത് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മയായിരിക്കും കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ ബിജു കോളേജ് ചെയ്യാതെ അത് പോക്കറ്റിലേക്ക് ഇടുവാണ്. എന്നിട്ട് വീണ്ടും അവിടെയെല്ലാം അന്വേഷിക്കുവാണ്. അങ്ങനെ വരുൺ കടലിലേക്ക് എടുത്ത് ചാടിയെന്ന് ബിജുവിന് മനസ്സിലാകുക. കടലിലേക്ക് നോക്കിയിട്ട് വരുണേ എന്നും പറഞ്ഞ് ഉറക്കെ വിളിച്ച് തലയിൽ കൈയും കൊടുത്ത് നിൽക്കുവാണ് ബിജു. ഇതേ സമയം തന്നെ ഉറങ്ങിക്കിടക്കുന്ന രാധികനെയാണ് കേട്ടോ കാണിക്കുന്നത്. രാധികക്കും വരുൺ എന്തോ ഒരു അപകടം പറ്റിയതായിട്ട് ഒരു സ്വപ്നം പോലെ ഇങ്ങനെ കാണുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന രാധികയും എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്